ആളുകൾ അകത്തേക്ക് ഉള്ള സൗകര്യങ്ങളിൽ ഇരിക്കാവുന്നതാണ്. പ്രായമുള്ള ആളുകൾ നിൽക്കാൻ പ്രയാസമുള്ളവർക്ക് ഇരിക്കുകയും ചെയ്യും. എൻ്റെ ഗീതാ പോലെ പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം ഉണ്ടാകുന്നതിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ, സമാധാനവും ഈ ഭവനത്തിൽ വസിക്കുമാറാക്കണമേ. ഇതിനുള്ള സകലത്തെയും അനുഗ്രഹിക്കണമേ. ഇതിന്റെ വരവേരവുകൾ വിശുദ്ധ നാമത്തിന് മഹത്വത്തിനും നീതിയുടെ സംരക്ഷണത്തിനുമായിരിക്കണമേ. നിങ്ങളിൽ നിന്നുള്ള എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾ കൊണ്ട് അഭിവൃദ്ധിപ്പെടുത്തണമേ. ഇതിൽ വസിക്കുന്നവർക്ക് മുഖപ്രസാദം നൽകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ തങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഞങ്ങളുടെ രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളും തന്നെ പ്രസാദിപ്പിക്കുന്നതിനുമായിരിക്കണമേ. ആദ്യപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം ഏറ്റുപാടുകൾ യോഗ്യതയുള്ളവരായി തീരണമേ. പാപികൾക്കായി തുറന്നിരിക്കുന്ന കർണങ്ങളുടെ വാതിലും മരണമുള്ളവരെ ജീവിപ്പിച്ച ജീവന്റെ തുറമുഖവും അശുദ്ധന്മാരെ ശുദ്ധീകരിക്കുന്നതായി വെളിപ്പാക്കുന്ന സോഫായും മാലിന്യമുള്ളവരെ വെളുപ്പിച്ച് നിർമ്മലമാക്കും തണുപ്പുമായിരിക്കും മിശിഹാതമ്പുരാന് അവനവാഴ്വിന്റെ ഈ നേരത്ത് നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്ക് യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കൈക്കൊള്ളുന്നവനും യാതനകൾ നൽകുന്നവനുമായ ദൈവമായ കർത്താവേ, ആദ്യം കടിഞ്ഞവനായ ഹാബേലിന്റെ കാഴ്ച കൈക്കൊണ്ടതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. ഹാനോക്ക് തന്റെ ശുശ്രൂഷയാൽ നിന്നെ പ്രസാദിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷ നിന്നെ പ്രസാദിക്കുമാറാകണമേ. നീതിമാനായ അനൂഹിന്റെ യാഗത്തിൽ നീ പ്രസാദിച്ചതുപോലെ ഞങ്ങളുടെ അതിരങ്ങളുടെ ഫലത്തിൽ നീ പ്രസാദിക്കണമേ. നിന്റെ സ്നേഹിതനായ ഞങ്ങളുടെ പിതാവായ അബ്രഹാമിന്റെ വിശ്വാസം
നിനക്ക് സന്തോഷമായതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് സന്തോഷകരമായിരിക്കണമേ. നീതിമാനായ യോബിന്റെ അടുക്കൽ നിന്ന് ആ ദുഷ്ടനായവൻ ലജ്ജിച്ചു പോയതുപോലെ ഈ വീടിന്റെ ശത്രുവായ ദുഷ്ടൻ ലജ്ജിച്ചു പോകുമാറാകണമേ. ശ്രേഷ്ഠ പുരോഹിതനായ അഹരോന്റെ ധൂപത്താൽ ഇസ്രായേൽ ജനത്തിൽ നിന്ന് വസന്തം നിരോധിക്കപ്പെട്ടതുപോലെ കഠിന ശിക്ഷകളും കോപത്തിന് വടികളും ഞങ്ങളിൽ നിന്ന് നിരോധിക്കുമാറാകണമേ. പുരോഹിതനായ സ്കറിയയുടെ ശുശ്രൂഷയിൽ നിന്റെ പ്രസംഗകനായ യോഹന്നാനെ പറ്റി അവന് പ്രത്യാശ ഉണ്ടായതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷയിൽ ജീവന്റെയും രക്ഷയുടെയും പ്രത്യാശ ഞങ്ങൾക്ക് ഉണ്ടാകുമാറാകണമേ. കർത്താവെ, ചുങ്കക്കാരനായ സക്കായോട് ക്ഷമിച്ചതുപോലെ നിന്റെ തിരുവചനത്താൽ ഞങ്ങളെ പാപങ്ങളെ പരിഹരിക്കണമേ. കർത്താവെ, ഭാഗ്യവാന്മാനായ സ്ത്രീഹന്മാരുടെ പ്രധാനിയായിരിക്കുന്ന ക്ഷമയുടെ അപേക്ഷ കൈക്കൊണ്ടതുപോലെ അനേക പാപങ്ങൾ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ അപേക്ഷകൾ കൈക്കൊള്ളണമേ. ആ പാവിയായിരുന്ന ആ സ്ത്രീയുടെ കുറ്റങ്ങളെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അനേക കുറ്റങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവെ, ആ സ്ത്രീ അവളുടെ വിഷമകരമായ വേദനകളിൽ നിന്ന് സ്വസ്ഥത പ്രാപിച്ചതിന് മുഖാന്തരമായ ആ നിന്റെ നിത്യമായ കരുണ ഞങ്ങളുടെ മേലിൽ വർഷിപ്പിക്കുമാറാകണമേ. കനാനായ സ്ത്രീയുടെ മകളിൽ നിന്ന് ദുഷ്ടനെ ഓടിച്ചതുപോലെ പ്രതിയോഗിയുടെ ശക്തിയിൽ നിന്ന് ഞങ്ങളിൽ നിന്ന് ദൂരത്താക്കണമേ. ഉത്കൃഷ്ടനായ പുരുഷനായ ദാനിയേൽ നൽകിയതുപോലെ നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ജയം നൽകണമേ. കത്തുന്ന അഗ്നിച്ചുളയിൽ നിന്ന് ഹനനിയ മുതലായ ബാലന്മാരെ അയച്ചതുപോലെ ദുഷ്ടൻ പിശാചുക്കളുടെ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളിൽ നിന്ന് നീ അഴിക്കണമേ. നിന്റെ പട്ടക്കാരും ശുശ്രൂഷകരും നിന്റെ ഇഷ്ടം ചെയ്ത് നിറവേറ്റുവാനും നിന്റെ സ്വർഗീയ ഭണ്ഡാരത്തിന്മേൽ അവർ സത്യം ഉള്ളവരായിരിക്കാനും നിന്റെയും തിരുവചനം പോലെ ഭയത്തോടെ നിന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്പ്പാനും നിന്റെ വിശുദ്ധ വഴികളിൽ നടപ്പാനും കർത്തൃസംബന്ധവും ജീവപ്രദമായുള്ള നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവേ, ഇപ്പോൾ ഈ ഭവനത്തിനു വേണ്ടിയും ഇതിൽ പാർക്കുന്നവർക്ക് വേണ്ടിയും അനുഗ്രഹങ്ങളും കരുണകളും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഈ സമയത്ത് നിന്റെ അടിയാരായ ഞങ്ങളുടെ പ്രാർത്ഥനാ തിരുസന്നിധിയിൽ പ്രവേശിക്കുമാറാകണമേ. ഈ ഭവനം ശ്രേഷ്ഠത പ്രാപിക്കുകയും ഇതിൽ വസിക്കുന്നവർ ജയത്തോടെ രക്ഷിക്കപ്പെടുകയും നിന്റെ കുഞ്ഞാടുകൾ നിന്റെ മേച്ചിൽ സ്ഥലങ്ങളിൽ മേയുകയും നിന്റെ പെണ്ണാടുകൾ നിന്റെ നന്മകൾ കൊണ്ട് തൃപ്തരാക്കപ്പെടുകയും ഞങ്ങളെല്ലാവരും നിനക്കും നിങ്ങളിലേക്ക് നിങ്ങളിൽ നിന്ന് കരുണ ലഭിക്കുകയും ചെയ്യുമാറാകണമേ. പാപികളോട് കരുണ ചെയ്യുന്നവനും അനുതാപികളെ ഇഷ്ടമുള്ളവനുമായ കർത്താവേ, നിന്റെ ബഹുലമായ അനുഗ്രഹങ്ങളുടെ സമൃദ്ധി പോലെ ഞങ്ങളോട് ദയ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ, തിരുവുള്ളമുണ്ടായി ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിച്ച് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരുവായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുവാൻ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ും
എന്നേക്കുണ്ടായിരിക്കട്ടെ. കന്യകമറിയാം നിന്ന് ജഡമെടുത്ത ദൈവമായ ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ നടപടിയുടെ കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. എരീഹോവിൽ പ്രവേശിച്ച് കടന്നു പോകുമ്പോൾ ധനവാനും ചുങ്കക്കാൽ പ്രധാനമായ സക്കായ് എന്നു പേരുള്ള ഒരു പുരുഷൻ ഈശോ തമ്പുരാൻ എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. സക്കായി ശരീര വളർച്ചയിൽ കുറിയവനായിരുന്നത് കൊണ്ട് ഒരു നിമിത്തം അവന് കഴിഞ്ഞില്ല. താൻ ആ വഴി കടന്ന് പോകേണ്ടിയിരുന്നത് കൊണ്ട് അവനോട് ഈശോ തമ്പുരാൻ മുമ്പിൽ കടന്നു. തന്നെ കാണുവാനായിട്ടൊരു കാട്ടത്ത് വൃക്ഷത്തിൽ കയറി. ഈശോ തമ്പുരാൻ ഈ സ്ഥലത്ത് വന്നപ്പോൾ അവനെ കണ്ടു. അവനോട്, സക്കായിയെ, വേഗം ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു അരുളി ചെയ്തു. അവൻ വേഗം ഇറങ്ങി വന്നു. സന്തോഷത്തോടുകൂടെ അവനെ കൈക്കൊണ്ടു. എന്നാൽ അവരെല്ലാവരും ഇത് കണ്ടപ്പോൾ അവൻ പാപിയാ മനുഷ്യന്റെ അടുക്കൽ അകത്തിയെന്ന് പാർത്തുവെന്ന് പുറത്ത് പറഞ്ഞിരുന്നു. എന്നാൽ സക്കായി നിന്ന് ഈശോ തമ്പുരാനോട്, ഇതാ എന്റെ സമ്പാദ്യം പകുതി ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. ഞാൻ അന്യായമായി എടുത്തിട്ടുള്ളതെന്ന് 4 മടങ്ങായി തിരികെ കൊടുക്കുന്നെന്ന് ഉണർത്തിച്ചു. ഈശോ തമ്പുരാൻ അവനോട്, ഇവൻ അബ്രഹാമിന് പുത്രനാവുണ്ട്. ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടായി. എന്തുകൊണ്ടെന്നാൽ മനുഷ്യപുത്രൻ കാണാതെ പോയത് അന്വേഷിച്ച് ജീവിപ്പിക്കാൻ വന്നുവെന്ന് അരുളി ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. മകളഖിലം മനുജർക്കായി ദാനം ചെയ്തു. സ്വർഗവാഴുകളയച്ചു അരുളുന്നോരു കർത്തനെയും ആശികളെയും വാഴ്ത്തുമാറാക. ഇവരുടെ മേൽ കൃപയെ ചിന്തുമാറാകാരണം. സക്കായിയുടെ വീട്ടിൽ ചെന്ന് വീടിനു രക്ഷയുണ്ടായി അരുളിയനാഥൻ. അവനിരാജൻ താനിതിൽ പ്രവേശിച്ച് തൻവലം കൈയാലെല്ലാറ്റെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ കർത്താവീശോനിൻ കൃപയോട് വിധാനങ്ങളെയുമേ അയച്ചിടണമേ. ഇടർച്ചവരാതെ നിൻ വഴി തന്നിൽ നടന്നിടുവാൻ തിന്മപ്പെട്ടവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. വിശ്വാസത്തോടെ തന്നെ നോക്കി വിളിക്കുന്ന എല്ലാവരോടും മുത്തം കൊള്ളുന്ന ദൈവങ്ങളുടെ ദൈവവും കർത്താക്കന്മാരുടെ കർത്താവുമായുള്ളവയും ഈ ഭവനവാഴുവിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കുന്ന ഈ സമയത്ത് നിന്റെ ശ്രേഷ്ഠ സന്നിധികൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും സ്തോത്രങ്ങളും കൈക്കൊള്ളണമെന്ന് നിന്നോട് നിന്റെ കരുണയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ മണ്ണും ചാരവുമാകുന്നെന്നും നിന്റെ കൃപയും സഹായം കൊണ്ടല്ലാതെ സ്വയമായി യാതൊന്നും ചെയ്ത് പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തിയില്ലെന്നും നിന്റെ ഏറ്റവും ചെറുതായിരിക്കുന്ന കൃപ പോലും പ്രാപിപ്പാൻ ഞങ്ങൾ അർഹതയില്ലാത്തവരായിരിക്കെ നിന്റെ ബഹുലമായ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ നീ വർഷിപ്പിക്കുന്നുവെന്നും നിന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ധന്യമായ വാഴ്വ് ഞങ്ങൾക്ക് അയച്ചു തരുന്നുവെന്നും പ്രയാസങ്ങളെ ലോകത്തിൽ നീ ഞങ്ങളെ നടത്തുന്നുവെന്നും തിരുസ്ഥലം ഞങ്ങൾ ഏറ്റുപറഞ്ഞുകൊള്ളുന്നു. മനസ്സരിയുള്ളവനും മനുഷ്യ സ്നേഹമുള്ളവനുമായ കർത്താവേ, ഈ വീട് പണിയുന്നതിന് ഇതിൻ്റെ ഉടമസ്ഥന് നീ ചെയ്ത എല്ലാ സഹായങ്ങൾക്ക് വേണ്ടിയും അതിനെ ഇത്രത്തോളം പൂർത്തിയാക്കുന്നതിന് അവരെ നീ ശക്തിപ്പെടുത്തുകയും അവരുടെ സകല പ്രവൃത്തികളുള്ളവരെ നീ താങ്ങുകയും എല്ലാ പെരുമാറ്റങ്ങളിലും ഇതുവരെ അവരെ നടത്തുകയും ചെയ്യുന്നതിന് വേണ്ടി വന്യവും വിശുദ്ധവുമായ നിന്റെ തിരുനാമത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ വീട് പണിയുന്നില്ലെങ്കിൽ അതിൻ്റെ പണിക്കാർ വൃഥാധ്വാനം ചെയ്യുന്നുവെന്നും നീ പട്ടണം കാത്തുകൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ കാവൽക്കാർ വൃഥാജാഗമനം ചെയ്യുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഞങ്ങളെ സഹായിക്കുന്ന നിന്റെ ശക്തിയുള്ള വലങ്കയെ എപ്പോഴും ഓർത്തുകൊള്ളുവാനും നിങ്ങൾന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന സർവ്വനന്മകൾക്കും വേണ്ടി നിന്നോട് നന്ദിയുള്ളവരായിരിക്കാനും നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. സഖായുടെ വീട്ടിൽ പ്രവേശിച്ച്
ഇവനും അബ്രഹാമിന്റെ മകനാകൊണ്ട് ഇന്ന് ഈ വീട് രക്ഷയുണ്ടായി നിർമ്മിച്ചു ഇവരുടെ കർത്താവേ ശോമിച്ചിഹായി ഈ ഭവനത്തിൽ വസിക്കുന്നവരോടുകൂടെ നീ ഉണ്ടായിരിക്കണമേ. അവരെ നിന്റെ മക്കളും നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരുമാക്കി തീർക്കണമേ. ഈ വീടിനെയും ഇതിൽ വസിക്കുന്നവരെയും കൃപയും കരുണയും നിറഞ്ഞിരിക്കുന്ന വലങ്കയെ ആവസിപ്പിച്ച് അനുഗ്രഹിക്കണമേ. നന്മയും അനുഗ്രഹങ്ങളും ആശ്വാസവും അവർക്ക് വർദ്ധിപ്പിച്ച് കൊടുക്കണമേ. സകല ദുഷ്ട പെരുമാറ്റങ്ങളും ഇവരെ നീ തള്ളിക്കളയണമേ. ഇവർക്ക് സൗഖ്യവും ആരോഗ്യവും നൽകുമാറാകണമേ. വൈഷ്യമുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും പ്രയാസമുള്ള എല്ലാ പരീക്ഷകളിൽ നിന്നും ആകൃതൃസാട് എല്ലാ കൗശലങ്ങളും ഇവരെ നിരക്ഷിച്ചുകൊള്ളണമേ. നിന്റെ കരുണയുടെ കണ്ണാൽ ഈ വാസസ്ഥലത്തെയും ഇതിൽ പാർക്കുന്നവരെയും കടാക്ഷിച്ചവരോട് കരുണ ചെയ്യണമേ. ഇവരിൽ നിന്നിട്ട് നോട്ടം വിടാതെ രാപ്പകലിന്റെ ചിറകിൻ കീഴിൽ ഇവരെ നീ മറച്ചുകൊള്ളണമേ. ഒഴിഞ്ഞു പോകുന്ന ലോകത്തിൽ ആശ്വാസപൂർവമായ ജീവിതം ചെയ്യുവാനും വരുവാനിക്കുന്ന ലോകത്തിൽ നിന്നെ സ്നേഹിച്ച പരിശുദ്ധന്മാരോടുകൂടെ മഹത്വമുള്ളവയും നിത്യമുള്ളതുമായ നിന്റെ വാസസ്ഥലങ്ങൾ വസിപ്പാനും ഞങ്ങളെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയറ്റുന്നു ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഈ ഭവനം ജീവനുള്ളതും ജീവൻ നൽകുന്നതുമായ ശ്രീവായുടെ അടയാളത്താൽ എന്നേക്കും ഒന്നായിരിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതും വിശദീകരിക്കപ്പെട്ടതുമായി തീരുമാറാകട്ടെ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ. പരിശുദ്ധന്മാരുടെ കാഴ്ചകളും പ്രാർത്ഥനയും പരിമളമായ കർത്താവേ, നീ പാപികളാം ഞങ്ങളുടെ പ്രാർത്ഥനകളെയെല്ലാം കൈക്കൊണ്ടിടണമേ. ബാരക്കുമോ വസന്തവിരോധീശ രക്ഷകർത്താവേ, പ്രാർത്ഥനയാൽ ഞങ്ങളുടെ പാപരോഗം നീക്കി സ്വസ്ഥത നൽകണമേ. ദാവേ വന്ദീദാസരുടെ പ്രാർത്ഥനയേലി കേട്ട ധൂപം പോൽ പരിമളമായി കൈക്കൊണ്ടിടണമേ. കുരിയലായിസോൻ കുരിയലായിസോൻ കുരിയലായിസോൻ. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും ും
പ്രാപിപ്പാൻ കൃപയരുളയണമേ. തിരുവചന ധ്യാനത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനകളുടെ പ്രത്യേക സ്ഥാനമായി ഇതിനെ നീ ശുദ്ധീകരിക്കണമേ. കൂട്ടായ്മയ്ക്കും സംഭാഷണത്തിനുമുള്ള ഈ മുറിയിൽ പിതാവേ, തിരുസാന്നിധ്യം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണമേ. സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചതൊക്കെയും സംഭാഷണ വിഷയമാക്കുവാൻ കൃപ നൽകണമേ. നിന്റെ മക്കളുടെ വിശ്വാസത്തെയും നിദ്രയും അനുഗ്രഹിക്കണമേ. തങ്ങളുടെ കിടക്കമേൽ നിന്നെ ധ്യാനിച്ച് മൗനമായിരിക്കാൻ അവർക്ക് കൃപ നൽകണമേ. കണ്ണുകൊണ്ട് കാണാതെയും നാവുകൊണ്ട് സംസാരിക്കാതെയും മനസ്സുകൊണ്ട് ചിന്തിക്കാതെയും നിദ്രയിലാണ്ട് കിടക്കുമ്പോൾ ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ കർത്താവേ, നിന്റെ മക്കളെ നിന്റെ കൃപയിൽ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ നന്മയ്ക്കും പോഷണത്തിനുമായി നൽകുന്ന സ്വർഗസ്ഥാപിതാവേ, ഭക്ഷ്യസാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്നവർക്കും വിപണനം ചെയ്യുന്നവർക്കും പാചകം ചെയ്യുന്നവർക്ക് വേണ്ടി ഞങ്ങൾ തിരുനാമത്തിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അനേകരുടെ പ്രയത്നങ്ങൾ ഞങ്ങളുടെ സുഖ സൗകര്യങ്ങൾക്ക് നിദാനമായിരിക്കുന്നെന്ന് ഓർത്ത് അവരോട് നന്ദിയുള്ളവരായിരിക്കാൻ നിന്റെ മക്കളെ സഹായിക്കണമേ. ഈ ഭവനത്തിൽ പാർക്കാൻ ആഗ്രഹിക്കുന്ന ശിവൻ കുടുംബം, പ്രിയപ്പെട്ടവർ, ഈ സാക്ഷ്യത്തിൽ ഒരുങ്ങി വന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ ദൈവനാമത്തിൽ സ്നേഹവന്ദനം. മനോഹരമായൊരു ഭവനം ശ്രമിച്ച് അതിൽ പ്രവേശിപ്പാൻ തക്കോണം പ്രിയപ്പെട്ടവരെ ദൈവം ഇടയാക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരുടെയും വലിയ ആഗ്രഹമാണ് പാർക്കാൻ ഒരിടം ഉണ്ടാവുക എന്നുള്ളത്. വർഷങ്ങളായി ആഗ്രഹിച്ച് അപ്രകാരം സാധ്യമല്ലാതിരിക്കുന്ന അനേകരുണ്ട്. അങ്ങനെയുള്ളവർ മധ്യത്തിലാണ് മനോഹരമായൊരു ഭവനം ചുമപ്പാൻ തക്കവണ്ണം പ്രിയപ്പെട്ട ഷിബുവിനെ ദൈവം സഹായിച്ചു. അതിന് വേണ്ടതായിട്ടുള്ള സാമ്പത്തികം ദൈവം ഒരുക്കി കൊടുത്തു. പണികൾ ചെയ്യുവാൻ തക്കവണ്ണം ആളുകളെ ദൈവം ഒരുക്കി. അവർ പണിയുടെ ആരംഭം മുതൽ പൂർത്തീകരിക്കുന്നവരെയും അപകടങ്ങളും അനർത്ഥങ്ങളും കൂടാതെ ചെയ്ത് പൂർത്തീകരിക്കാൻ തക്കവണ്ണം സഹായിച്ചു. ഇത് നമ്മുടെ മുടുക്കല്ല, ദൈവത്തിൻ്റെ കൃപ മാത്രം. ദൈവം കൂടെ ഇരുന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇതൊക്കെ ഇത്ര മാത്രം അനുഗ്രഹമായി തീരുവാൻ ഇന്ന് ഈ ഭവനം പ്രതിഷ്ഠിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. കുരിശടയാളത്തോടുകൂടെ ഈ ഭവനം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ രക്ഷയുടെ അടയാളം ചേർത്ത് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു ഭവനം, ദൈവമുള്ള ഭവനമായി നിൽപ്പാൻ തക്കവണ്ണം തുറന്നും സഹായിക്കട്ടെ. എല്ലാ ഭവനവാഴിൻ്റെ ശുശ്രൂഷയിലും എല്ലാവരും വായിക്കുന്ന ഒരു വേദഭാഗമാണ് സഖായുടെ ഭവനത്തിലേക്ക് യേശു കർത്താവ് പ്രവേശിച്ച വേദഭാഗം. സഖായുടെ ജീവിതാനുഭവത്തെ രൂപാന്തരപ്പെടുത്തിയ അവൻ അബ്രഹാമിൻ്റെ മകൻ എന്ന ഗണത്തിലേക്ക് ചേർക്കപ്പെട്ട ഒരു വലിയ അനുഭവമായിരുന്നു അവൻ്റെ ജീവിതത്തിൻ്റെ പുതുക്കം എന്ന് പറയുന്നു. കർത്താവിനോടുകൂടെ ഭവനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവൻ പൂർണ്ണ ഒരു രൂപാന്തരമുള്ളവനായി മാറി. അവൻ്റെ ജീവിതത്തിൻ്റെ മാറ്റം ഉണ്ടായി. അവൻ്റെ ലഭിച്ച അവനുണ്ടായിരുന്നതൊക്കെ മറ്റുള്ളവർ കൂടെ എന്നുള്ള ചിന്തയുണ്ടായി. മറ്റുള്ളവരെ കരുതുവാനുള്ള മനോഭാവം ഉണ്ടായി. തനിക്കുള്ളത് വേർതിരിപ്പാനുള്ള മനോഭാവം ഉണ്ടായി. ഇതൊക്കെയാണ് സഖായുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കുന്നത്. ദൈവത്തോടുകൂടെ പ്രവേശിക്കുമ്പോഴാണ് പരസ്പരം കരുതുവാനുള്ളൊരു മനോഭാവം ഉണ്ടാവുക. അപ്പോൾ ഈ ഭവനം അപ്രകാരം ഒരു ഭവനമായിരിക്കാൻ തക്കൊണ്ട് ദൈവം സഹായിക്കട്ടെ. ചുറ്റുപാടുള്ളവർക്ക് ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനമായി, അനേകരെ സ്വീകരിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു ഭവനമായി, അനേകർക്ക് സ്നേഹം പകരുന്നൊരു ഭവനമായി, അനേകരെ ദൈവനാമത്തിൽ അനുഗ്രഹിക്കുന്ന ഒരു ഭവനമായി ഈ ഭവനം തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുക. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് എന്നും നന്ദിയുള്ളവരായിരിക്കാൻ തക്കോണം പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ദൈവം സഹായിക്കട്ടെ. ഈ ഭവനം നമ്മൾ പറയും ഷിബുവിൻ്റെ ഭവനമാണ്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഭവനം നമ്മുടെ സ്വന്തം ഭവനമാണെന്ന് പറയും. ഇത് നമ്മുടെ സ്വന്തം ഭവനം ഇവിടെ അല്ല എന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുന്ന വലിയ സത്യം. ഇത് താൽക്കാലികമായി പാർക്കാൻ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. നിത്യമായ ഭവനമാണ് നമുക്കുള്ളത്. ഇവിടെ താൽക്കാലികമായ മനോഹരമായ ഈ ലോകത്തിലെ ഭവനത്തിൽ പാർക്കുമ്പോൾ അതിലല്ല ആശ്രയിക്കണം. നിത്യമായ ഒരു ഭവനത്തെക്കുറിച്ചുള്ള വലിയ പ്രത്യാശയും ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാൻ തക്കവണ്ണം പ്രിയപ്പെട്ട ശിവനും കുടുംബത്തിനും നമുക്കും അതിനിടയായിത്തീരുന്നത് ഏറെ ആവശ്യം. താൽക്കാലികമായി ഭവനത്തിൽ പ്രിയപ്പെട്ട മക്കൾ പാർക്കുന്ന കാലങ്ങൾ അത്രയും ദൈവകൃപ പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരായി മറ്റനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട അച്ഛന്മാരുടെയും ഒന്ന് ചേർന്ന എല്ലാവരുടെയും പേരിൽ ആശംസ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഭവനം അനുഗ്രഹിക്കപ്പെട്ട ഈ ദേശം നിൽപ്പാൻ തക്കവണ്ണം ദൈവം സഹായിക്കുകയും ചെയ്യും. പ്രകാരം
തൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന മക്കളായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നു. ഈ പ്രിയപ്പെട്ടവർ ഈ ഭവനത്തിനും ചുറ്റുപാടുമുള്ളവർക്കും സമൂഹത്തിനും വെളിച്ചമായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിനായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും വീണ്ടും ദൈവനാമത്തിൽ എല്ലാവരുടെയും പേരിന് ആശംസകൾ നേരുകയും ചെയ്യുന്നു. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, സ്വർഗ്ഗസ്ഥപിതാവേ, പ്രിയപ്പെട്ട ഷിബുവിനെ കുടുംബത്തെ ഓർക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവതമ്പുരാന് വലിയ കരുണയാണല്ലോ താമസയോഗ്യമായ സൗകര്യമായ ഒരു ഭവനമുണ്ടാകുക എന്നുള്ളത്. അത് അവിടുന്ന് കർത്താവെ നീ അവിടുന്ന് അനുഗ്രഹിച്ച് ബലപ്പെടുത്തി നിന്നോട് ചേർന്നൊരു പാർത്ത് അനേകർക്ക് കർത്താവെ തണലായി ആശ്വാസമായി നിന്റെ മക്കൾക്ക് ആത്മീയ വർധനയ്ക്കായി ദൈവമഹത്വത്തിനായി തീരുവാൻ ഇടയാക്കുകയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണം. കൃപയാ നിറച്ചാട്ടെ, പരിപാലിച്ചാട്ടെ. കൂടി വന്ന എല്ലാവരെയും ഉണ്ട് വാഴ്ത്തും. ഞങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഭവനത്തിന് എപ്പോഴും അനുഗ്രഹത്തിന് മുഖാന്തരമാക്കട്ടെ. മിശിഹാമൂലം പ്രാർത്ഥന കേൾക്കുമാറാകണമേ. കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന് എന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും, ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും, ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും, ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീകമായ ശുശ്രൂഷ ഞങ്ങളോടുകൂടി ഒരുങ്ങി വന്ന സംബന്ധിച്ച് എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധവുമായ ദൈവം ബലഹീനതയും കുറവുള്ള പ്രാർത്ഥന മാതൃസിംഹാസനമാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. കലവട്ട് തണുപ്പയിലോട്ട് വയ്ക്കുന്നത് കൊണ്ട് അല്ല അവള് വെച്ചാൽ മതി. ബാക്കി പണി നമുക്ക് ചെയ്യാം. അത്ര അവസ്ഥ പണിയാണ്. തീ കുറവാണല്ലോ.